ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിന്ദുമായൻ. ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ സമ്പത്തില്ലാതെ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതാണ്. അതിനൊരു കഥ പറയട്ടെ. ഒരു പാവപ്പെട്ടവൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ദരിദ്രനായത്? ദൈവം ഉടനെ മറുപടി പറഞ്ഞു, നീ ആർക്കും ദാനം ചെയ്യുന്നില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ അയാൾക്ക് ആകെ അതിശയായി. ഭഗവാനെ, എൻ്റെ കയ്യിൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ ഒന്നും തന്നെ ഇല്ലല്ലോ, പിന്നെ ഞാൻ ആണ് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ പറ്റുക? അപ്പോൾ ഈശ്വരൻ മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? നിൻ്റെ മുഖത്തിന് മറ്റുള്ളവർക്കൊരു പുഞ്ചിരി നൽകാൻ കഴിയും. നിൻ്റെ ചുണ്ടുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് നല്ല വാക്കുകൾ പറയാൻ സാധിക്കും. വീണ് കിടക്കുന്ന സാധുജനങ്ങളെ നിൻ്റെ കൈകൊണ്ട് ഉയർത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ആശ്രയമില്ലാത്തവരെ കൈപിടിച്ച് സഹായിക്കുമ്പോൾ നീ അതൊരു ദാനം ചെയ്യാണ്. മറ്റുള്ളവരെ നോക്കി നീ പുഞ്ചിരിക്കുമ്പോൾ അതൊരു ദാനം തന്നെയാണ്. അതുപോലെ മോശം വാക്കുകൾ പറയാതെ നീ നല്ല വാക്കുകൾ പറയുമ്പോൾ അതും ദാനം ചെയ്യുകയാണ്. മറ്റുള്ളവർ നിന്നോട് അബദ്ധമോ തെറ്റൊക്കെ ചെയ്താലും നിനക്ക് അവരോട് പകരം വീട്ടാൻ സാധിക്കും. പക്ഷെ നീ അത് ചെയ്യാതെ അത് അവരോട് ക്ഷമിക്കുമ്പോൾ നീ അതൊരു ദാനം ചെയ്യലാണ്. ഒരു ആരുമില്ലാത്ത ആൾക്കാർക്ക് ഒരു പക്ഷേ നിനക്ക് അവരെ കൂട്ടിരുന്ന് അവർക്ക് സഹായിക്കാൻ നിനക്ക് സാധിക്കും. ഇതൊക്കെ നീ ദാനം ചെയ്യാണ്. ഇതിനൊന്നും പണം ആവശ്യമില്ല. അപ്പോൾ നിനക്ക് എന്താണെന്നുണ്ടെങ്കിൽ നിൻ്റെ ദാരിദ്ര്യം മാറും. പണം ഉണ്ടായതുകൊണ്ട് മാത്രം ഒരിക്കലും പണക്കാരനാവണമെന്നില്ല. അവൻ മനസ്സുകൊണ്ടും മറ്റുള്ളവരുടെ മുന്നിലും അവൻ ദരിദ്രനായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് സത്യത്തിൽ പണക്കാർ. പണം ആവശ്യത്തിന് വേണം, പണം വേണ്ട എന്ന് പറയുന്നതൊക്കെ വളരെ മോശം തന്നെയാണ്. പണ്ട് വാക്കനാർ പറഞ്ഞിട്ടുണ്ട്, പണം ആളെ കൊല്ലിയാണെന്ന്. അദ്ദേഹം പറഞ്ഞ 10 മുറം ഉണ്ടാക്കിയിട്ട് 9 മുറം വെറുതെ കൊടുത്തിട്ട് 1 മുറം വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ചിലവ് കഴിയുന്നുണ്ട്, കടം കൊടുക്കുന്നുണ്ട്, കടം വീട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. പാക്കനാര ഭാഷയാണ് കേട്ടോ. അത് ചിലവ് കഴിയാന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവിൻ്റെയും ചിലവ് കഴിയും. മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കടം കൊടുക്കലെന്നാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. അതുപോലെ തന്നെ കടം വീട്ടുന്നത്, മാതാപിതാക്കളെ നോക്കുന്നത് കടം വീട്ടുന്നതാണെന്നാണ്. അപ്പോൾ പണം ആളെ കൊല്ലിയാണെന്നാണ് പാക്കനാരുടെ ഭാഷ്യം. പക്ഷെ പണം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. പക്ഷേ പണത്തിനേക്കാൾ ഉപരി നമുക്ക് മനുഷ്യബന്ധങ്ങളാണ് വേണ്ടത്. നല്ല മനസ്സുള്ള ആളുകളെ നമ്മുടെ കാണുകയാണെങ്കിൽ, അവർ നമുക്ക് കൂട്ടുണ്ടാവുകയാണെങ്കിൽ അവരെ നമ്മൾ അകറ്റി നിർത്താതെ കൂട്ടിപ്പിടിക്കണം. വേണ്ടേ? അതല്ലേ ശരി? എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്തണേ, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണേ.